രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സർവനാശം വിതച്ചുകൊണ്ട് പെയ്തിറങ്ങുന്ന കാലവർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 92ആയി ഉയർന്നിരിക്കുന്നു. വടക്ക് കിഴക്കിൽ ആസം മുതൽ തെക്ക് കേരളം വരെയും പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ മധ്യേന്ത്യയിലെ ഛത്തീസ്ഗഡ് വരെയും പ്രളയജലം തീരാ ദുരിതമാണ് വിതയ്ക്കുന്നത്. ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് താങ്ങായി സകല സന്നാഹങ്ങളുമായി കേന്ദ്ര സർക്കാരും സൈന്യവും ദുരന്തമുഖത്ത് അണിനിരക്കുകയാണ്. ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആസാമിലാണ്. അവിടെ മാത്രം 82 ജീവനുകളാണ് പ്രളയത്തിൽ പൊലിഞ്ഞത്. 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. സ്വന്തം ജീവൻ പോലും പണയം വെച്ച വെറും 6 നാടൻ വള്ളങ്ങളിൽ നാട്ടുകാർ ചേർന്ന് 1000-ലധികം ആളുകളെയാണ് അതിസാഹസികമായി ഇവിടെ രക്ഷപ്പെടുത്തിയത്. കേരളത്തിലും സ്ഥിതിഗതികൾ ഏറെ ഗുരുതരം തന്നെയാണ്. മഴക്കെടുതികളിൽ ഇതുവരെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 8 പേരെ കാണാതായിട്ടുമുണ്ട്. 5000-ലധികം ആളുകളെയാണ് സംസ്ഥാനത്ത് 200ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പമ്പാ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പത്തനംതിട്ട റാന്നി ടൗണിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത്. ഇതിനു പുറമെ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയിൽ 16ഓളം വീടുകൾ പൂർണ്ണമായും ഒലിച്ചു പോവുകയും 2 പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഗുജറാത്തിലെ മോർബി, രാജ്കോട്ട് ഉൾപ്പെടെയുള്ള 6 ജില്ലകളിൽ അതിതീവ്ര മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മഹാദുരന്തത്തെ നേരിടാൻ സംസ്ഥാനങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ അതിവേഗത്തിലുള്ള ഫലപ്രദമായ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 2117 കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായമാണ് സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് 500 കോടി രൂപ വീതവും ആസമിന് 379 കോടിയും ഹിമാചൽ പ്രദേശിന് 193 കോടിയും അടിയന്തരമായി അനുവദിച്ചു കഴിഞ്ഞു. കേരളത്തിലെ നാശനഷ്ടങ്ങൾ കേന്ദ്രം കൃത്യമായി വിലയിരുത്തി വരികയാണ്. ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കേരളത്തിനും അർഹമായിട്ടുള്ള വലിയ സാമ്പത്തിക സഹായം കേന്ദ്രം ലഭ്യമാക്കും. സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ദുരന്ത നിവാരണ ഫണ്ട് നിലവിൽ തന്നെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തമുഖത്ത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന ചിലരുടെ സ്ഥിരം വ്യാജ പ്രചാരണങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ദുരന്തമുഖത്ത് ഓരോ പൗരന്റെയും ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ദേശീയ ദുരന്ത നിവാരണ സേനയെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘങ്ങളെയും കേന്ദ്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ താഴ്വരകളിലുമൊക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയോടെ ജനങ്ങളും സർക്കാരും സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യം ഇന്ന് പൂർണ്ണ സജ്ജമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.